അതായത് ഞങ്ങളെ രണ്ടുപേരെയും മാത്രം ഒരു പ്രത്യേകമായ ഒരു സെല്ലിലേക്ക് മാറ്റി അവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പുതിയ സെല്ലായിരുന്നു അത്. ജയിലിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ മറുനാട്ടിൽ 2-3 സ്റ്റോർ ചെയ്തു. അന്നേരവും ആൾക്കാരിത് പറഞ്ഞു, മനുഷ്യനെ ജയിലിലേക്ക് പോകാൻ നിങ്ങൾ കൊതിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർ ഈ അവരുടെ വരുന്ന ഒരു സ്ഥിരം കുറ്റവാളികളുണ്ടല്ലോ, ഇവരെ ഭയന്നാണ് അവർ അവിടെ കഴിയുന്നത്. അപ്പോൾ 1-ാം പ്രതി ഞാൻ, 2-ാം പ്രതി സുദർശൻ നമ്പൂതിരി. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് എറണാകുളം ക്രൈം ബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. അതെ, വളരെ പ്രധാനപ്പെട്ട ചില ശിവശങ്കർ സാറിനെ പോലുള്ള വലിയ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ അതൊരു ജീവിത അനുഭവമായിട്ട് എടുക്കുക. ഒരു മാധ്യമപ്രവർത്തനം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് മാത്രമാണ്. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് വളരെ മോശമായിട്ട് ഞങ്ങളെ പരിഹസിച്ചു. ഞങ്ങളോട് കുത്തുവാക്കുകൾ പറഞ്ഞും ഞങ്ങളെ നാണം കെടുത്തിയും ഞങ്ങളെ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയന്നൊന്നുമില്ല. ആ രീതിയിൽ, അതായത് നിങ്ങൾ വേറെ വല്ല പണിക്കും പോകണം, മാധ്യമ പ്രവർത്തനം നിർത്തി. വൈകുന്നേരം 7 മണി വരെ ഞങ്ങൾക്ക് ഒരു വിവരവും ഓർഡർ കിട്ടുന്നില്ല. അവസാനം തിരുമേനി കരച്ചിൽ തുടങ്ങി, ഞാൻ തെറിവിളിന്ന് തുടങ്ങി. 19 ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നത് വരെ ക്രൈം നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഒപ്പം മറുനാടൻ്റെ കൊച്ചി ബ്യൂറോ ചീഫ് ആർ പീയൂഷും. നമ്മുടെ മറുനാടൻ അത് പലകുറി വാർത്തകളിൽ കൊടുത്തു. അത് ആവർത്തിച്ച് ആ വിഷ്വൽ കാണിച്ചു. അതായത് ഒരു സ്വാതന്ത്ര്യത്തിനപ്പുറം ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവം കിട്ടിയതിൻ്റെ ഒരു എല്ലാവരെയും കണ്ടപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ പിതാവ്, എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. നമസ്കാരം. ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ എവിടെ പോയാലും നമ്മളെ വിടാതെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു ബന്ധം ഇന്ന് പിന്തുടർന്ന് എൻ്റെ അടുത്തെത്തി. നമ്മൾ തമ്മിലൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എവിടെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അന്ന് ഒന്നാണ്, ഇന്നും ഒന്നാണ്. സുദർശൻ നമ്പൂതിരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ജസ്റ്റിൻ സാറിന്റെ ഭാരത് ലൈവിൽ വെച്ചാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ സുമേഷ് അവിടുത്തെ സബ് എഡിറ്ററാണ്. അന്ന് വാർത്തകളൊക്കെ ചെയ്തിങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. എൻ്റെ വാർത്തകൾ അത്രയും കത്തിക്കയറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ വാർത്തകൾ ഈ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ അസൂയയോടുകൂടി ഒരുപാട് പേര് കാണുന്ന ശബ്ദം. പക്ഷേ സുമേഷിന്റെ ശൈലി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. സുമേഷ് കുറച്ചുകൂടി അഗ്രസീവാണ്, ഞാൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. ശബ്ദം ഈ പാറപ്പുറത്തോ ചിരട്ടയിട്ട് ഒരയ്ക്കുന്ന പോലത്തെ ശബ്ദം ഉണ്ടെങ്കിലും ഞാൻ കുറച്ചുകൂടെ സോഫ്റ്റാണ് സുമേഷിനെക്കാരും. പക്ഷേ ഈ ഓൺലൈൻ മാധ്യമ രംഗത്ത് കുറച്ച് അഗ്രസീവ് ആകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഭാരത് ലൈവിൽ ജസ്റ്റിൻ സാറിന്റെ മരണത്തോടു കൂടി നമ്മളെല്ലാവരും അവിടുന്ന് പിരിയുകയായിരുന്നു. അതിനുശേഷം ഞാൻ തിരുമേനി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. തിരുമേനി മറുനാടൻ മലയാളിയിലേക്ക് പോയി. എങ്ങനെയായിരുന്നു മറുനാടൻ മലയാളിയുടെ അനുഭവം? തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിപരമായിട്ടും എൻ്റെ തൊഴിൽപരമായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു മറുനാടൻ മലയാളി. ഞാൻ മറുനാടൻ മലയാളി എന്ന് പറയാറില്ല, മറുനാടൻ കുടുംബം എന്നേ പറയാറുള്ളൂ. കാരണം നമ്മൾ ഒരു കുടുംബം പോലെ തന്നെ ആയിരുന്നു അവിടെ ജനകീയ മാധ്യമ പ്രവർത്തനത്തിനൊപ്പം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കരുതലിൻ്റെയും ആത്മാർത്ഥതയുടെയും തമാശയുടെയും എല്ലാം ഒരു സമഞ്ജസമായ മാധ്യമ പ്രവർത്തന സമ്മേളനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതാണ് മാധ്യമ പ്രവർത്തന രംഗത്ത് മറുനാടൻ്റെ വിജയവും. അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് അടിക്കടി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ അന്തരീക്ഷമാണ്. മാധ്യമ പ്രവർത്തനം എന്നതുകൊണ്ട് ഒരു സാധാരണ മാധ്യമ പ്രവർത്തനത്തിനപ്പുറം സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് തന്നെയാണ്. അതിനപ്പുറം ആ സ്റ്റാഫുകൾ തമ്മിൽ, ജീവനക്കാർ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു കെമിസ്ട്രി, അതൊക്കെ എത്ര ശക്തമാണ്, ഒരിക്കലും തകർക്കാൻ പറ്റാത്ത. ഞാൻ മറുനാടനിൽ നിന്ന് കുറച്ച് വ്യക്തിപരമായും കുറച്ച് ആരോഗ്യപരമായുള്ള കാരണങ്ങളാലാണ് കഴിഞ്ഞ ദിവസം ഞാൻ മറുനാടനിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല. എൻ്റെ എഡിറ്റർ ശ്രീ ഷാജൻ സ്കറിയയ്ക്കും അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്കൊന്നും എന്നെ അങ്ങനെ വിടാൻ ഒരു ആഗ്രഹവുമില്ല. പുള്ളി വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. പക്ഷേ ഒഴിവാക്കാനാകാത്ത ചില കാരണങ്ങളാൽ എനിക്ക് കാരണം ഞാൻ എന്താണെന്ന് പറയാം. കാരണം ഞങ്ങൾ കുടുംബപരമായിട്ട് അത്രയും അടുപ്പമുള്ളതുകൊണ്ട് പറയാം. സുദർശൻ നമ്പൂതിരിയുടെ ഭാര്യ രശ്മിക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി. അദ്ദേഹത്തിന്റെ നാട് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി. അദ്ദേഹത്തിന്റെ നാട് കോട്ടയത്താണ്. കോട്ടയം കുടമാളൂരാണ്. അപ്പോൾ കുടമാളൂര് മക്കളും ഭാര്യയും ഒക്കെ നേരത്തെ തന്നെ അവിടെ പോയി. പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് എത്രയും, കാരണം മക്കളെ കാണാതെ നിൽക്കാൻ പുള്ളിക്ക് വയ്യ. അപ്പൊ സത്യമാണ്, മകളൊരു വീക്ക്നെസ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് മകളെ കാണാൻ നിൽക്കാൻ വയ്യ. അത് മാത്രമല്ല ഒറ്റയ്ക്കല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം വിടാമെന്ന് വിചാരിക്കുന്നത്. അതെ, പണ്ട് കാലത്തൊക്കെ ആകുമ്പോഴേ ഒറ്റയ്ക്കൊക്കെ ജീവിച്ച് ശീലമുണ്ടേ. അപ്പം അന്നാ പ്രായമാണ്, ഒരു 24-25 വയസ്സൊക്കെയാണ്. അത് കുറച്ചുകൂടെ രസകരമായിട്ട് കൂട്ടുകൂടി അങ്ങ് നടന്നു. പക്ഷേ അതിനുശേഷം 20 വർഷം പിന്നിടുന്നു. അപ്പം ആ രീതിയിൽ മാനസികമായി അതിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നില്ല, ആ ഒരു ഏകാന്തതയെ. അപ്പോൾ ഈ ജോലിയോടൊപ്പം തന്നെ ഈ മടത്തുവിളാകം ദേവീക്ഷേത്രത്തിലെ മേൽശാന്തി കൂടിയാണ്. അപ്പോൾ ദേവിയെ വിട്ടു പിരിയുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പരീക്ഷണം. 13 വർഷമായിട്ട് ഞാൻ ആ ദേവിമാരുടെ സേവകനായിട്ട് അവിടെ കുടികൊള്ളുന്നു.
അവിടെ ദേവിക്ക് നിവേദ്യവും വെച്ച് എന്നും പൂജയില്ല, വിശേഷ ദിവസങ്ങളിലേ ഉള്ളൂ. അമ്പലത്തിലെ ക്ഷേത്ര കമ്മിറ്റിക്കാരും ഭക്തജനങ്ങളും ഒക്കെ ഓരോ ദിവസവും, ഞാനിന്നിപ്പം ഈ ഇൻ്റർവ്യൂവിന് വരാനായിട്ട് ഇറങ്ങിയപ്പം സുമേഷ് ഭായി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു, അമ്പലത്തിലെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, തിരുമേനി പോകരുത് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്ന് ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. എത്ര കൊല്ലമായി തിരുവനന്തപുരത്ത് 20 കൊല്ലം കഴിഞ്ഞു. 2004 സൂര്യ ടി വിയിൽ ജോലി കിട്ടിയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം ഇത്രയും കാലം ഏപ്രിൽ മാസമായിരുന്നു, മെയ് മാസത്തിൽ സൂര്യയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 20 വർഷം കഴിഞ്ഞു തിരുവനന്തപുരമായിട്ടുള്ള തലസ്ഥാന നഗരിയുമായിട്ടുള്ള ആ ഒരു ബന്ധം. അതും വലിയൊരു ഘടകം തന്നെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് മുന്നോട്ട് നയിക്കാൻ, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാക്കിയത് തലസ്ഥാന നഗരിയാണ്, നമ്മുടെ അനന്തപുരിയാണ്, ശ്രീപത്മനാഭൻ്റെ നാടാണ്. അപ്പം അനന്തപുരി നിവാസികളോടും അനന്തപുരിയോടുമൊക്കെ തന്നെ എനിക്ക് വല്ലാത്തൊരു കടപ്പാടുണ്ട്. അതുപോലെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കിട്ടിയതൊക്കെ എനിക്ക് ഇവിടുന്നല്ലേ, സൗഹൃദങ്ങൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇവിടുന്നാണ്. അങ്ങനെ ഈ നാടിനോടും ഈ നാട്ടുകാരോടും തിരുവനന്തപുരം നിവാസികളോടുമൊക്കെ തീർത്താ തീരാത്ത നന്ദിയും ഒക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മാറ്റം ചില സമയങ്ങളിൽ അനിവാര്യതയായി മാറും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം മാറ്റങ്ങളില്ലാത്ത ഒന്നേ ഉള്ളൂ മാറ്റം എന്നല്ലേ പറയാം. ജീവിതത്തിന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, നമ്മൾ ഓരോ മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്നു. ആ മാറ്റം നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ അല്ലേ. അതെ, നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ മാറ്റം നമ്മളെ തേടിയെത്തും എന്നാണ്. കാരണങ്ങൾ ഉണ്ടായി വരും സ്വാഭാവികമായിട്ട്. പിന്നെ എല്ലാം നല്ലതിന് എന്ന രീതിയിൽ, മാറ്റങ്ങൾ എല്ലാം നല്ലതിന് എന്ന ഒരു ശുഭപ്രതീക്ഷയോടെയാണ് സുമേഷ് ഭായ് ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ 19 ദിവസം കാക്കനാട് എറണാകുളം ജില്ലാ ജയിലിൽ, കാക്കനാട് ജയിലിൽ ആയിരുന്നു. ഈ 19 ദിവസം ഞങ്ങൾ മുൻപ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോൾ ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു അറസ്റ്റും മറ്റുമൊക്കെ ഉണ്ടായത്. അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, പലപ്പോഴും ഞങ്ങൾ അതൊക്കെ വിശദീകരിച്ചതാണ്. അപ്പോൾ 1-ാം പ്രതി ഞാൻ, 2-ാം പ്രതി സുധീഷ് നമ്പൂതിരി. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് എറണാകുളം ക്രൈം ബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. വളരെ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒരു ഉദ്യോഗസ്ഥരുടെയും പേര് ഞങ്ങൾ എടുത്തു പറയുന്നില്ല. കാരണം ആ ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങൾ ദൈവത്തിൻ്റെ അവതാരങ്ങളായി കാണുന്നവരാണ്. മനുഷ്യത്വമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നല്ലേ. അതെ, ഓരോരുത്തരും ഞങ്ങളുമായിട്ട് അവിടെ ഈ കേസ് നടപടിയുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വളരെ അവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ അവർക്ക് ചെയ്യേണ്ടി വരുന്നു ആ ജോലി എന്നുള്ളതായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വളരെ സൗഹാർദ്ദത്തോടെ, വളരെ സ്നേഹത്തോടെ, കരുതലോടെ നമുക്ക് ഒരു പോലീസ് സംഘത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തിൻ്റെയോ ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന തോന്നൽ പോലും ഉണ്ടാക്കാത്ത രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അത് നമുക്ക് ജയിലിലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിൽ ഞങ്ങൾ ഒരു സെല്ലിലായിരുന്നു. 2-ാം ദിവസം ഞങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം പരമാവധി ഇവരെ നാണം കെടുത്തുക എന്നുള്ളതാണ്. അതായത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് തെളിവെടുപ്പിനായി കൊണ്ടുവന്ന്, തെളിവെടുപ്പെല്ലാം പൂർത്തിയായി കുറ്റപത്രം കൊടുക്കാനിരുന്ന ഒരു കേസാണെന്ന് കൂടി ഓർക്കണം. അവിടെ ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് പരമാവധി നാണം കെടുത്തുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അദ്ദേഹം അതിനിടയ്ക്കാണ് നമ്പൂതിരിക്ക് എന്താണ് ചിക്കൻ ബോക്സ് പിടിവിടുന്നത്. ഈ ചിക്കൻ ബോക്സ് പിടിവിട്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ പ്രത്യേക സെല്ല് കിട്ടി, പ്രത്യേക ഒരു പരിഗണന. അതായത് ഞങ്ങളെ രണ്ടുപേരെയും മാത്രം ഒരു പ്രത്യേകമായ ഒരു സെല്ലിലേക്ക് മാറ്റി. അവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പുതിയ സെല്ലായിരുന്നു അത്. അതായിരുന്നു. പക്ഷെ നമുക്ക് ഇത്രയും എടുത്തു പറയാതെ നമുക്ക് ഇത്തരം അവസരങ്ങളിൽ അത് പറയാൻ കഴിയും. ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥരും ജയിൽ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായെങ്കിലും നമുക്ക് കൈപ്പേറിയ അനുഭവം ഉണ്ടായത് ഒരു വ്യക്തിയിൽ നിന്ന്, ഒറ്റ വ്യക്തിയിൽ നിന്ന് മാത്രമാണ്. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് വളരെ മോശമായിട്ട് ഞങ്ങളെ പരിഹസിച്ചു, ഞങ്ങളോട് കുത്തുവാക്കുകൾ പറഞ്ഞും ഞങ്ങളെ നാണം കെടുത്തിയും ഞങ്ങളെ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയന്നൊന്നുമില്ല, ആ രീതിയിൽ നമ്മളോട് ഏതാണ്ട് ഒരു അരമണിക്കൂർ സംസാരിച്ചു. ഒരു ലോക്കപ്പിനകത്ത് കിടക്കുന്ന 2 വ്യക്തികളോട്, അവരാരുമാകട്ടെ, രാത്രി 2 മണിക്ക് എനിക്ക് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥ, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി, ഞങ്ങൾ വളരെ പരിക്ഷീണരായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ മാനം കെടുത്താൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾക്കെതിരെ കുത്തുവാക്കുകൾ പറയുകയും ഞങ്ങളെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്ത, അതായത് നിങ്ങൾ വേറെ വല്ല പണിക്കും പോകണം, മാധ്യമപ്രവർത്തനം നിർത്തി. പേരുകൂടെ ഒന്ന് പറയും. സന്തോഷ്, സന്തോഷ് എന്നാണ്, ഇനിഷ്യൽ മറന്നുപോയി, MR സന്തോഷ് എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ്. പിന്നീട് 2 കോൺസ്റ്റബിൾമാർ, അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർമാർ, 2 പയ്യന്മാരുണ്ട്. അവർ വന്നപ്പോഴാണ് ഇദ്ദേഹം ഈ അട്ടഹാസം നിർത്തിയത്. അവർക്ക് എന്ത് നല്ല, അതായത് ഒരു തരത്തിൽ പോലും ഞങ്ങൾക്കൊരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോട്ടെ, നമ്മൾ ജയിലിലേക്ക് പോയതിന് ശേഷം ഞങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ജയിലിലേക്ക് പോയപ്പോൾ ചിക്കൻ ബോക്സ് വന്നു. ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന കിട്ടി, പ്രത്യേക ഒരു സെല്ല് കിട്ടി.
അപ്പം അതിനുശേഷം വീണ്ടും ഞങ്ങളൊരു 15 ദിവസത്തോളം അവിടെയായിരുന്നു. നല്ല ഭക്ഷണം. അതെ, ജയിലിലെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേള ചിലപ്പം പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, കാരണം ഈ മെനു ഒക്കെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. നല്ല പോഷകസമൃദ്ധമായ ഭക്ഷണം, നല്ല രുചികരമായ ഭക്ഷണം, സമയത്ത് കൃത്യമായി കിട്ടുന്നു. അതൊക്കെയാണ് അതിന്റെ ഒരു പ്രാധാന്യം. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ നമ്മൾ ജയിലിലെ ഇല്ല, മറുനാടനില് ഞാൻ ജയിലിൽ നിന്ന് നമ്മൾ ജാമ്യം കിട്ടി വന്നില്ലേ, അതിന്റെ ജയിലിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ മറുനാടനിൽ 2-3 സ്റ്റോറി ചെയ്തു. അന്നേരവും ആൾക്കാരിത് പറഞ്ഞു, മനുഷ്യനെ ജയിലിലേക്ക് പോകാൻ നിങ്ങൾ കൊതിപ്പിക്കുകയാണോ എന്ന് ചോദിച്ച് ചെയ്തു. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് സുമേഷ് ഭായി, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ജയിലെന്നാൽ ഒരു കുറ്റവാളിയെ പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഉപദ്രവിക്കാനുമുള്ള സ്ഥലമല്ല. ജയിൽ എന്നാൽ കറക്ഷണൽ സെന്ററാണ്. ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു കുറ്റവാളി അവിടെ പെട്ടു, അല്ലെങ്കിൽ ഒരാൾ ഒരു കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ മറ്റു കുറ്റങ്ങൾ ചെയ്തു, അയാൾ ഇനി അത് ചെയ്യാതെ ആവർത്തിക്കാതിരിക്കാൻ അയാളെ പാകപ്പെടുത്തിയെടുക്കുന്ന, മാനസികമായും ശാരീരികമായും അയാൾക്കൊപ്പം നിൽക്കുന്ന സർക്കാർ സംവിധാനമാണ് ജയിൽ. അല്ലാതെ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിക്കിടാനും മനുഷ്യനെ തല്ലിക്കൊല്ലാനുമുള്ള സ്ഥലമല്ല. അതൊക്കെ സിനിമകളിൽ, പണ്ടത്തെ സിനിമകളിൽ, ഇപ്പോഴത്തെ സിനിമകളിൽ പോലും അതില്ല. അത് ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരാളെ പാകപ്പെടുത്തിയെടുക്കുന്ന കറക്ഷണൽ സെൻ്ററുകളാണ്. അത് സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി ഫണ്ടുകളുണ്ട്, പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ട്. അത് നല്ല രീതിയിൽ നടന്ന് ജനങ്ങളൊക്കെ കുറ്റവാളികളായി ഉള്ള ജനങ്ങളൊക്കെ നന്നായിട്ട് വരണം. അവർ നല്ല സമൂഹത്തിന് നല്ല ഒരു പാഠമായിട്ട് അവർ മാറണം. അതിനാണ് ജയിൽ, അല്ലേ? നമ്മൾ അത് ശരിയാണ്. അത് മാത്രമല്ല, നമ്മൾ അവിടെ കണ്ട പലരും വന്നുപെട്ടത് യാദൃച്ഛികമായാണ്, അല്ലെങ്കിൽ അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല കുറ്റകൃത്യം ചെയ്യണം. പെട്ടുപോയ ചിലരാണ്, അല്ലേ? ഉണ്ട്. രാജേഷ്, നമ്മുടെ 2-3 രാജേഷ് ഉണ്ടായിരുന്നു. പിന്നെ പോക്സോ കേസിൽപ്പെട്ട 2-3 പേരുണ്ട്. കുട്ടികളെ തല്ലി എന്ന് പറഞ്ഞ് പോക്സോ കേസിൽ കുട്ടികളുടെ അമ്മ കേസ് കൊടുത്ത് അച്ഛനെ ജയിലിലാക്കിയിരിക്കുകയാണ്. പിന്നെ നിസ്സഹായരായ ഒരുപാട് പേരുണ്ടായിരുന്നു. ജിജോയും അവര് കൊലപാതക കേസിൽ പെട്ടുപോയതാണ്. അവരുടെ എടുത്തു മാറ്റാം, ബോട്ടാക്കിനി ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതേപോലെ ജയിൽ ഉദ്യോഗസ്ഥർ, യഥാർത്ഥത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർ ഈ അവരുടെ വരുന്ന ഒരു സ്ഥിരം കുറ്റവാളികളുണ്ടല്ലോ, ഇവരെ ഭയന്നാണ് അവർ അവിടെ കഴിയുന്നത്. ഉദ്യോഗസ്ഥരാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്നതല്ല. ജയിലിൽ മാത്രമല്ല, ഈ പറഞ്ഞ നമ്മൾ നമ്മൾ കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്. നമ്മൾ സമൂഹത്തെ ഭയപ്പെടണം, നമ്മുടെ കുടുംബത്തെ നോക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും ഈ നമ്മൾ കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നടന്നാൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കിയത്. നമ്മൾ നിരപരാധികളാണെന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് അവർ നമ്മളോട് ആ ഒരു മൃദു സമീപനം സ്വീകരിച്ചത്. തീർച്ചയായിട്ടും അതെ, അല്ലേ? അതൊരു അനുഭവമാണ് കേട്ടോ. ഞാനതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവമായിട്ടാണ് സുമേഷ് ഭായി കാണുന്നത്. ഇപ്പം ജയിലിൽ കിടന്നു, എന്തിന് ജയിലിൽ കിടന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയും കൊന്നിട്ടില്ല, നമ്മൾ മോഷ്ടിച്ചിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല, നമ്മൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല, സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടില്ല, മറ്റാരുടെയും മുതൽ തട്ടിയെടുത്തിട്ടില്ല, സ്വർണം പൊട്ടിക്കൽ നടത്തിയിട്ടില്ല, അല്ല മറ്റാരുടെയും മുതൽ വ്യാജരേഖ തട്ടിയെടുത്തിട്ടില്ല, ഹണി ട്രാപ്പ് നടത്തിയിട്ടില്ല, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി, ഒരു മാധ്യമപ്രവർത്തകന് അനുകൂലമായിട്ടൊരു വാർത്ത ചെയ്തു, അതിൽ ചില പരാമർശങ്ങളുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേസുണ്ടായത്. കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പം ആ രീതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ, നമ്മൾക്ക് ബോധ്യമായ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ പ്രതിസന്ധി അവിടെ ഉണ്ടായത്. അത് നമ്മളതിനെ ഒരു പോസിറ്റീവായിട്ട്, ഒരു സന്ദേശമായിട്ട് വേണം കാണാനായിട്ട്. ഒരിക്കലും അതിനെ ഒരു മോശം കാര്യമായിട്ടല്ല. അത്തരം ഒരു അനുഭവം ഒരാൾക്കുണ്ടാകുമ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. മാത്രമല്ല അവിടുത്തെ കുറേ ജീവിതങ്ങൾ കാണാൻ പറ്റി. വളരെ പ്രധാനപ്പെട്ട ചില എം ശിവശങ്കർ സാറിനെ പോലുള്ള വലിയ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ അതൊരു ജീവിത അനുഭവമായിട്ട് എടുക്കുക. ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു സമരത്തിന് പോയി അടി കിട്ടിയാലും കല്ലേറ് കിട്ടിയാലും നമ്മൾ മാധ്യമപ്രവർത്തകരെ അതൊരു അനുഭവമായിട്ട് എടുക്കാറുള്ളൂ. പക്ഷേ എനിക്ക് എന്തെന്നറിയോ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഞങ്ങൾ സെല്ലിൽ കിടക്കുമ്പോൾ പോലും, കാരണം ചിക്കൻ ബോക്സ് വന്നിട്ട് ഞാനും ഒരു സെല്ലിലാണ് കിടക്കുന്നത്. അവിടെ അതിനകത്ത് മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പുറം ലോകം, വീട്ടിൽ പോകണം, ഇത് റിമാൻഡ് ചെയ്യും എന്നൊരു പ്രതീക്ഷയും നമ്മളില്ലായിരുന്ന സമയത്താണ് റിമാൻഡിൽ പോകുന്നത്. അപ്പം എൻ്റെ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്നത് ഞാൻ തിരുമേനിയുടെ, ഞാൻ എന്തുമാത്രം തെറി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാവം ഒന്നും വേണ്ടില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കാറേ ഉള്ളൂ. കാരണം എനിക്ക് ആ ബുദ്ധിമുട്ടും സുമേഷ് ഭായിയുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാവും. ആ സമയത്ത് സുമേഷ് ഭായ് DNA ന്യൂസ് തുടങ്ങുന്നതിൻ്റെ പ്രാഥമിക ആ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അദ്ദേഹം അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് DNA ന്യൂസ്, അതുപോലെ തന്നെ മറ്റ് പല പോർട്ടൽസും തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. അദ്ദേഹം ജയിലിലായി പോകുന്നു, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ആർക്കും വലിയ ഫ്രസ്ട്രേഷൻസും ബുദ്ധിമുട്ടും ഉണ്ടാകും. ഈ ഒരു നമുക്കറിയാം, ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് പിന്നിലെ ആ ഒരു എത്ര എഫേർട്ട്, എത്ര കഷ്ടപ്പാട് എടുക്കണം. ഈ
DNA ന്യൂസ് എന്ന സ്ഥാപനം തുടങ്ങുന്ന സമയത്തും അതിനു മുമ്പുമൊക്കെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. എനിക്ക് അതിൻ്റെ ഏതാണ്ട് സമ്പൂർണ്ണമായ കാര്യങ്ങൾ അറിയാം. അപ്പം ആ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ച് പോകും. അതാരായാലും സംഭവിച്ചു പോകും. സുമേഷ് ഭായിക്ക് കുറച്ച് ക്ഷമ കുറവായതുകൊണ്ടും അല്പം മുൻകോപം കൂടുതലായതുകൊണ്ടും കുറച്ച് അധികം പൊട്ടിത്തെറിക്കും. അതെനിക്ക് നന്നായിട്ടറിയാം. അല്ല, അതിനുശേഷവും ഞങ്ങൾ അവസാന ദിവസം, അതായത് എനിക്ക് തോന്നുന്നു ജൂൺ 30-ാം തീയതി തിങ്കളാഴ്ചയാണ്. അതായത് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ജാമ്യം കിട്ടി. പക്ഷെ ശനിയും ഞായറും അവധി ആയതുകൊണ്ട് സെക്കൻഡ് സാറ്റർഡേ, പിന്നെ സൺഡേ വന്നു. മൺഡേ ഞങ്ങൾക്ക് എന്തായാലും പുറത്തിറങ്ങാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും വൈകുന്നേരം 7 മണി വരെ ഞങ്ങൾക്ക് ഓർഡർ കിട്ടുന്നില്ല. അവസാനം തിരുമേനി കരച്ചിൽ തുടങ്ങി, ഞാൻ തെരുവിളിന്ന് തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോ അതെ, അന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത്, നിങ്ങൾ എത്ര രാത്രിയായാലും മലയാളി ഹൗസ് കഴിഞ്ഞ് ഇറങ്ങുന്ന പോലെ. അതെ അദ്ദേഹം പറഞ്ഞു, എപ്പോഴായാലും നിങ്ങളെ ഇന്ന് റിലീസ് ചെയ്തിരിക്കും, എപ്പോൾ ജാമ്യത്തിന്റെ ഓർഡർ വന്നാലും നിങ്ങളെ റിലീസ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹനിധിയായ ഒരു ഉദ്യോഗസ്ഥൻ അല്ലേ. എല്ലാവരും കേട്ടോ, അദ്ദേഹമൊക്കെ പൊന്നുപോലത്തെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സർവീസിലിരിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന് മറ്റു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയുമാണ് പേര് പറയാത്തത്. അതുപോലെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നാലും അവിടെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഹരിലാൽ, അയാളെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. മെഡിക്കൽ കോളേജ് CI ഹരിലാൽ. അതായത് നമ്മളൊരു ഫോൺ കോൾ ചെയ്താൽ പോലും നമ്മൾ അവിടെ എത്തുമെന്നിരിക്കെ എൻ്റെ 120 കിലോമീറ്ററോളം പിന്തുടർന്ന് വന്നാണ് ഇയാൾ എന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പഠിക്കാൻ ഓടി എന്താണെന്ന് പോകുക. അപ്പം നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥരാകുമ്പോൾ മറ്റുള്ളവരും ഉദ്യോഗസ്ഥരായിരുന്നു, അവർക്കും വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മാനുഷികമായിട്ടുള്ള എന്ന് വെച്ചാൽ അദ്ദേഹം മോശമായി പെരുമാറിയെന്നല്ല, മോശമായി പെരുമാറി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അദ്ദേഹം ഒരു CI ആണ്, അദ്ദേഹം മുകളിലേക്ക് വരുന്ന ഒരാളാണ്. പക്ഷെ എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ മനസ്സിൽ ഹരിലാലിനെ കുറിച്ചൊരു ചിത്രമുണ്ട്. ആ ചിത്രം മാറാൻ പോകുന്നില്ല. ഈ പോലീസുകാർക്ക് ചില സമയത്ത് നമുക്കറിയാലോ, പോലീസുകാർക്ക് പലപ്പോഴും അവരുടെ രീതി അനുസരിച്ച് പ്രവർത്തിക്കാൻ ചിലപ്പം നിയമപരമായി പോലും ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. ചിലപ്പോൾ ചില രാഷ്ട്രീയക്കാരുടെ രീതി അനുസരിച്ച് അവർക്ക് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു വാലുപോലത്തെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും ചില പോലീസുകാർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, അനുഭവങ്ങളാണ്. അപ്പം പോലീസ് സംവിധാനം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഒരു നിയമപാലന രീതിയിലാണ്. അവർക്കൊരു വേള ചിലപ്പം വ്യത്യസ്തമായിട്ട് ഞാൻ അങ്ങനെ കൂടെ കാണുന്ന ആളാണ് കേട്ടോ സുമേഷ്, പോസിറ്റീവായിട്ടേ. കാരണം ഞാൻ പറഞ്ഞത് ഒരിക്കലും അദ്ദേഹത്തിനെ കുറ്റം പറയുകയല്ല. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അവരെക്കുറിച്ചൊരു ആദരവും അവരെക്കുറിച്ചൊരു അഭിമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പീറ രാഷ്ട്രീയക്കാരൻ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു വാലാട്ടിയായി മാറുമ്പോൾ അയാളോട് പുച്ഛമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പീറ രാഷ്ട്രീയക്കാരല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സ്പെഷ്യൽ ഓർഡർ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് ഞാൻ അക്കാര്യത്തെ കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഞങ്ങൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങൾ പിന്നീട് ഓരോ ബുധനാഴ്ചയും ഞങ്ങൾ എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രാവിലെ 11 മണിക്ക് പോയി ഒപ്പിടേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ, 6 മാസത്തോളം ഞങ്ങൾ 2 പേരും ഒരു മാസം 4 തവണ, ചില മാസങ്ങളിൽ 5 തവണ ഞങ്ങൾ ഒപ്പിടേണ്ട ഒരു അവസ്ഥയുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാൻ വെളുപ്പിന് 4 മണിക്ക് ഉണർന്ന് കാർ കൊണ്ടുവന്ന് തിരുമേനിയുടെ വീടിനടുത്തിട്ടേക്ക് ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് കൊച്ചുവേളി ചെല്ലും. അപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് അമൃത്സർ എക്സ്പ്രസ് ഉണ്ട്, അത് ബുധനാഴ്ച മാത്രമേ ഉള്ളൂ. അതിൽ കയറി ഞങ്ങൾ അവിടെ എത്തും. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് ചെന്നൊരു ഒപ്പിടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പോൾ ഈ പരാതി കൊടുത്തവരൊക്കെ എന്തുമാത്രം അവരൊക്കെ ഇത് കാണേണ്ടതാണ്. കാരണം ഇതൊക്കെ തിരിച്ചടിക്കുന്ന ഒരു ദിവസം. ദൈവം കർമ്മശക്തി ഈ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇപ്പൊ തന്നെ മറുനാടൻ മലയാളിക്കും ഷാജൻ സ്ക്രേയ്ക്കും എതിരെ ആരോപണം ഉന്നയിച്ചവരും ബഹളം കൂട്ടിയവരും 6-ാം നിലയുടെ മുകളിൽ നിന്ന് അദ്ദേഹത്തെയും അന്ന് ഞാനും ഉണ്ട്, ഞങ്ങളെ താഴെ ഇറക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരുടെയൊക്കെ അനുഭവങ്ങൾ പേരെടുത്ത് പറയുന്നില്ല, ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ടല്ലോ. നമ്മൾ തീർച്ചയായിട്ടും കഴിവതും പാപങ്ങളിൽ നിന്നും മറ്റുള്ളവർ ദ്രോഹിക്കുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു കിടക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ളതല്ലാതെ തിരുമേനി അതുപോലുമില്ല. തിരുമേനി ഒരാളെ കുറിച്ച് ഒരാളെടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഇന്നതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ഇതിലാണ് ഞങ്ങളവിടെ പോകും. തിരിച്ച് ഒപ്പിട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ട്രെയിൻ അടുത്ത ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കും, ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെ 6 മാസത്തോളം. ഇപ്പോഴും എൻ്റെ ഒരു 9,030 രൂപ ഇപ്പോഴും കോടതിയിലാണ്. പല കാരണങ്ങൾ കൊണ്ടും അത് വിട്ടു കിട്ടുന്നില്ല. ഞങ്ങളെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് അവിടെ കോടതിയിൽ കൊടുക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് സുമേഷ് പേടെ പേഴ്സ്, അതിനകത്ത് ഏതാണ്ട് 9,000 സംതിങ് രൂപയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ 200 രൂപയുണ്ടായിരുന്നുള്ളൂ. ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചു. അല്ല, അത് എന്തെന്നറിയോ, ഈ 200 രൂപ വാങ്ങാൻ വേണ്ടി 500 രൂപ മുടക്കി ഇവിടുന്ന് അവിടെ വരെ പോകേണ്ട അവസ്ഥയായി. അല്ല, എനിക്കിപ്പോൾ ഈ 9,000 30,000 കിട്ടിയിട്ട് 30 രൂപ കിട്ടിയിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതിലേക്കാളുപരി ഞാൻ ഈ പറഞ്ഞതുപോലെ
ഇനി ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് അവിടെ വാങ്ങാൻ പോകുന്നതിൻ്റെ ചിലവ് വക്കീലിന് കൊടുക്കുന്ന ഫീസ് ഇതൊക്കെ കൂടി വെക്കുമ്പോൾ അതങ്ങ് കളയുന്നതാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഒരു ഇത്രയ്ക്ക് നിഷ്കളങ്കനായ ഒരാൾ, ഞാൻ വേറെ ഇരുത്തിക്കൊണ്ട് പറയണം, നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എന്തായിരുന്നാലും മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. ഇത്രയും നിഷ്കളങ്കനായ ഒരാൾ. അതായത് ഉദാഹരണത്തിന് ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ ഞങ്ങളെ കസ്റ്റഡിയിൽ നിന്ന് ഞങ്ങളെ അവിടെ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾക്ക് ഫുഡെല്ലാം വാങ്ങി തന്നു. ഈ ഫുഡ് വാങ്ങി തന്ന സമയത്ത് രണ്ടാമത് ഞങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് ചായ വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് 11ാമത്തെ നിലയിലോ 9ാമത്തെ നിലയിലാണോ ക്രൈം ബ്രാഞ്ച്? 12ാമത്തെ നിലയിൽ. അപ്പോൾ സാർ ചായ വാങ്ങി കൊണ്ടുവന്നു. അപ്പോൾ തിരുമേനി ചോദിക്കുകയാണ് സ്നാക്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കുകയാണ് രൂക്ഷമായിട്ട്. അപ്പം അല്ല ഒരു പരിപ്പോട കിട്ടിയെന്നായിരുന്നു. പിന്നീട് അദ്ദേഹം താഴെ പോയി പരിപ്പോട കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ ഇദ്ദേഹത്തെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ഒരാളെ ഇങ്ങനെ, പക്ഷെ പുള്ളി എന്താണ് അത് അത്രയ്ക്കും ഒരു അല്ല. ആ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ CPO അദ്ദേഹം പരിപ്പോട വേണോ വേറെ വല്ലതും വേണോ എന്ന് ചോദിച്ച് അദ്ദേഹം താഴെ 11ാമത്തെ നിലയിൽ പോയി ഞങ്ങൾക്ക് പരിപ്പോട വാങ്ങിക്കൊണ്ടുവന്നു. അദ്ദേഹം വളരെ പ്രസന്നവതനായി സന്തോഷത്തോടെ. അല്ല, നമ്മൾ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളുമായിട്ട് പെരുമാറുമ്പോൾ, അത് പോലീസുകാരാകട്ടെ ഏത് ഉദ്യോഗസ്ഥരാകട്ടെ, നമുക്കൊരു ശരീരഭാഷ മനസ്സിലാവും. ഒരാൾ നമ്മളെ മുമ്പിലോട്ട് അത് ഈ 10-23 വർഷത്തെ മാധ്യമ പ്രവർത്തനം കൊണ്ട് നേടിയതായിരിക്കാം ചിലപ്പോൾ. ഒരാളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ, ഒരാളുടെ അംഗചലനങ്ങൾ കാണുമ്പോഴൊക്കെ ആ വ്യക്തി ആരാണ് എന്ന ഒരു ചെറിയ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ പതിയും. ഒരു 40%. ഈ ഉദ്യോഗസ്ഥനെ ഞാൻ പേരെടുത്ത് പറയാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സർവീസ് ഇരിക്കുന്നുണ്ട്, പറയുന്നില്ല. ആ വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, തലേ ദിവസം നമ്മൾ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പം നമ്മളെ കൊണ്ട് ഇത് കളയിക്കാതെ പുള്ളി എടുത്തോണ്ട് പോയി. നിങ്ങൾ കണ്ടോ? എന്നിട്ട് നമ്മൾ പുറകെ പോയി പിടിച്ചു വാങ്ങിക്കായിരുന്നു പുള്ളിയുടെ. അയ്യോ സാർ എടുത്തോണ്ട് പോകണ്ട എന്ന് കരുതി. അത് കുഴപ്പമില്ല, ഞാൻ കളഞ്ഞിട്ട് വരാം, നിങ്ങൾക്ക് ഇവിടെ പുറത്തോട്ടിറങ്ങാൻ, അന്ന് മഴയുണ്ടായിരുന്നു, പുറത്തോട്ടിറങ്ങാൻ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലാണ് ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലം, അങ്ങോട്ട് പോകാൻ അറിയത്തില്ലല്ലോ, ചിലപ്പോൾ പാമ്പൊക്കെ കാണും, ഞാൻ കൊണ്ടിടാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എടുത്തുകൊണ്ട് പോയത്. ആ മനുഷ്യൻ തന്നെയാണ് പിറ്റേ ദിവസം ഈ പരിപ്പോടയും വാങ്ങിച്ചത്. അത് ഒരു പോലീസുകാരനായാലും ഏത് തൊഴിൽ ചെയ്യുന്നയാളായാലും അയാൾക്ക് അയാളുടേതായ അടിസ്ഥാനമായ ഒരു മനസ്സുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അത് മനസ്സിലായതുകൊണ്ടും പിന്നെ നേരത്തെ പറഞ്ഞ എൻ്റെ നിഷ്കളങ്കതയും കൊണ്ട്, നിഷ്കളങ്കത എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാരണം ഇന്നതുവരെ ദേഷ്യമെന്ന് ഞാൻ ഇതുവരെ ദേഷ്യമെന്ന് കണ്ടിട്ടില്ല. കാരണം ഞാൻ എന്തുമാത്രം തെറി വിളിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഞാനങ്ങനെയാണെങ്കിൽ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോകും വീണ്ടും. അപ്പോൾ അതാണ്. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞാൽ ഇത്രയും കാരണം എനിക്ക് വെപ്രാളമാണ്. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വയ്ക്കുന്നു. നമുക്ക് വേറെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ മറ്റൊന്നുമില്ല. ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം ബ്ലാങ്കാണ്, ഫുൾ ബ്ലാങ്കാണ് ഫ്രണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. കാരണം ഈ മറ്റ് ടെൻഷനില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എൻ്റെ തലയിൽ കിടക്കും. അല്ല, എനിക്ക് ടെൻഷനുണ്ട് സുമേഷ് ഭായി. എനിക്ക് ടെൻഷൻ എന്ന് പറയുന്ന വികാരം ഇല്ലെന്നല്ല, പക്ഷേ അത് എങ്ങനെ അതിനെ ഉള്ളിൽ മാനേജ് ചെയ്യണം എന്നുള്ളത് ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ചെറുപ്പത്തിലെ മുതലേ പ്രവർത്തിച്ച, ഇപ്പോഴും മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാനും അതിൻ്റെ വിവിധ ചുമതലകൾ വഹിക്കാനും കഴിഞ്ഞതുകൊണ്ട് ഞാനിപ്പം RSSനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി സംഖ്യ എന്ന് മുദ്ര കുത്തിക്കോളൂ, സംഖ്യ തന്നെയാണ്. അപ്പം ആ രീതിയിൽ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിൽ എന്ത് പരീക്ഷണങ്ങളെയും നേരിടാൻ ഒരു സാന്ദർഭികമായ ഒരു ഉൾപ്രേരണ ആ ഒരു സംഘടനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്ര സ്നേഹത്തിന് പുറമെ നമുക്ക് ആ ഒരു പക്വമായ രീതിയിൽ പലപ്പോഴും ഞാൻ വീട്ടിൽ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ മക്കളുടെ അടുത്തോ പൊട്ടിത്തെറിക്കുമായിരിക്കും. പക്ഷേ ഒരു പൊതു ഇടത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു സംഘടനയുടെ ആ ഒരു പിൻബലം എപ്പോഴും നമുക്കുള്ളിലുണ്ടെന്നൊരു തോന്നലാണ്. ആ ഒരു അച്ചടക്കം, ആ ഒരു ഡിസിപ്ലിൻ, അത് നമുക്ക് ചെറുപ്പത്തിലെ കിട്ടിയോണ്ട് അവസാനം വരെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ഒരു വേള അതായിരിക്കാം ഈ സുമേഷ് ഭായി പറഞ്ഞ നിഷ്കളങ്കതയും അല്ലെങ്കിൽ പാപത്തോ ഒന്നും ആയിരിക്കില്ല. ആ ഒരു കാര്യങ്ങളെ ഒന്ന് നേരിടാനുള്ള ഒരു ചെറിയ ഉള്ളുകൊണ്ടൊരു പരിശീലനം കൊച്ചിലെ മുതലേ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് സെല്ലിൽ ഞങ്ങൾ രണ്ടാമത് കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു സെല്ലാണ് കിട്ടിയത്. അത് പുതിയൊരു സെല്ലായിരുന്നു. അതെ, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പണിത പുതിയ സെല്ല്. അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഈ ശിവശങ്കർ ചിലപ്പോൾ കുളിക്കാനോ മറ്റോ അതിനകത്ത് വരും എന്നുള്ളതല്ലാതെ അങ്ങനെ എന്താണ് പറഞ്ഞത്. അതെ, സാറ് കുളിക്കുന്നത് അവിടെ ആ സെല്ലിൽ പുതിയ ബാത്റൂമാണ്. അപ്പം സാറ് അവിടെയാണ് കുളിക്കുന്നത്. സാറിന് കാലിനൊക്കെ വയ്യാത്തത് കൊണ്ട്, സാറിന് മറ്റ് ടോയ്ലറ്റുകളിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് സാർ അവിടെയാണ് കുളിക്കുന്നത്. അപ്പം ഞങ്ങൾ വരുമ്പോൾ ഈ നല്ല വെള്ള നിറത്തിലുള്ള ടൈലാണ്. കൊതുക് ശല്യം, ഭയങ്കര കൊതുക് ശല്യം. ഇപ്പോൾ രാത്രി നോക്കുമ്പോൾ ഇദ്ദേഹം കിടക്കുകയാണ്. ഈ കിടക്കുമ്പോഴത്തേക്ക് അന്നത്തെ സെല്ലിൽ ഫാൻ വെച്ചിട്ടില്ലായിരുന്നു. ഫാൻ ഉണ്ടെങ്കിൽ കൊതുക് ഉണ്ടാവും. ഫാനില്ല. അപ്പോൾ കൊതുക് അങ്ങോട്ട് കുത്തി. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ ശരീരം മുഴുവൻ നല്ല വെളുത്ത ശരീരമാണ്. അപ്പം ശരീരം മുഴുവൻ ഇങ്ങനെ കൊതുക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ പത്രമുണ്ട്, പഴയ പത്രമുണ്ട്, പഴത്ത് വെച്ച് അടിക്കും.
നമ്മൾ കുറച്ചു നേരം കൂടെ നോക്കിയിരുന്ന കൊതുകൾ കൊത്തിക്കൊണ്ട് പറക്കുമെന്ന് തോന്നുന്നു. ആ കണക്കിനെയാണ് പിന്നെ ഞാൻ വെച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ ബ്ലഡ് മുഴുവനും ബ്ലഡാണ്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു രാവിലെ എനിക്ക് ബ്ലഡ് ഒക്കെ തുടക്കണം. കാരണം നമ്മുടെ തന്നെ ബ്ലഡ് കൊതുക് കുടിച്ചതിന്റെ ബാക്കിയാണ്. വേറെ ജോലിയൊന്നുമില്ല. ഞാൻ പിന്നെ പറയുമായിരുന്നു എൻ്റെ ഓപ്പോസിറ്റീവ് ബ്ലഡ് ആണ്, എന്നെ കൊതുക് കടിക്കില്ല എന്നൊക്കെ ഞാൻ ചുമ്മാ അഹങ്കാരം കൊണ്ട് പറയും. അപ്പം സുമേഷ് ഭായ് പറയും നിങ്ങളെ കടിക്കില്ല, നിങ്ങളെ 5-6 കൊതുക് ചേർന്ന് എടുത്തോണ്ടങ്ങ് പോകുന്ന ഞാൻ കണ്ടു എന്ന് പറയും. പക്ഷെ നമുക്ക് എന്നിട്ടും അവിടെ ചെന്നപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ക്രൈം നന്ദകുമാർ സാർ. അതെ അതെ അതെ. അദ്ദേഹം ഇന്നലെ അറസ്റ്റിലായി. അത് അദ്ദേഹത്തിന്റെ ആ ഒരു അതായത് ഞങ്ങൾ അവിടെ അറസ്റ്റിലായി അവിടെ ചെന്ന സമയം മുതൽ ഞങ്ങൾ 19 ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നത് വരെ ക്രൈം നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, എല്ലാ അർത്ഥത്തിലും. ഒപ്പം മറുനാടൻ്റെ കൊച്ചി ബ്യൂറോ ചീഫ് ആർ പിയൂഷും. നമ്മളെവിടെ പുറത്തിറങ്ങിയാലും ഇവർക്ക് പോലീസുകാരുമായിട്ട് ചില കുഞ്ഞു കുഞ്ഞു ബന്ധങ്ങളുണ്ട്. നമ്മൾ അകത്ത് കിടന്നൊന്നും അറിയുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരും, പിയൂഷും ക്രൈം നന്ദകുമാറും, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ കസ്റ്റഡിയിൽ കോടതിയിൽ കൊണ്ടുപോകാനാണെങ്കിൽ അവർ കോടതിയിൽ എത്തിയിരിക്കും. നമ്മളെ ഇപ്പുറത്തെ ഓഫീസിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവരോട് അങ്ങോട്ട് വന്നിരിക്കും. അതായത് അത്രയും ദിവസവും ഈ 2 മാധ്യമപ്രവർത്തകർ, ക്രൈം നന്ദകുമാർ എന്ന TP നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകനും മറുനാടൻ്റെ ആർ പിയൂഷും ഒപ്പം തന്നെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഓടി വന്ന് രണ്ടുപേരും ഞങ്ങളെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. അത്രയും നേരം എല്ലാത്തിനും ഏതിനും മുമ്പിൽ നിന്ന 2 നമ്മുടെ സഹോദരങ്ങളെ പോലുള്ള 2. അപ്പോൾ നമ്മൾ വിചാരിച്ചത് നമുക്ക് അന്ന് ഈ പറയുന്നതുപോലെ റിലീസിംഗ് ഓർഡർ നമുക്ക് അന്നും കിട്ടില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ക്ലറിക്കൽ പ്രോബ്ലം ഉണ്ടായി, അതും പരിഹരിച്ചു. അത് കഴിഞ്ഞ് ജയിൽ സൂപ്രണ്ട് അദ്ദേഹം നേരിട്ട് വന്നാണ് അത് പരിഹരിച്ചു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? കാരണം ഇത്രയും പേര് കണ്ടു. കാരണം നിങ്ങൾ എങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകും എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും പോകാമല്ലോ എന്ന്. നമുക്കറിയില്ലല്ലോ ആരൊക്കെയാണ് കാത്ത്. ഇത് എന്താ തോന്നിയത്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഒരു വേസ്റ്റിൽ ഇട്ടിട്ടാണ് പോകുന്നത്. സുമേഷ് ഭായ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് മടക്കി ടീഷർട്ടൊക്കെ എടുത്ത് റെഡിയാക്കി ഒരു കവറിലാക്കിയാണ് ഇറങ്ങിയത്. അപ്പം ഇത് കണ്ടെന്ന് പറഞ്ഞു ചോദിച്ചാൽ സുമേഷ് ജിയുടെ കയ്യിലുണ്ട് ഒരു പൊതി. ഞാൻ പറഞ്ഞു അടുത്ത ഡ്രസ്സും കാര്യങ്ങളാണ്, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയത് ഒരു വല്ലാത്ത, ഞാൻ ചാടി ഇറങ്ങുന്നത് അത് നമ്മുടെ മറുനാടൻ അത് പലകുറി വാർത്തകളിൽ കൊടുത്തു. അത് ആവർത്തിച്ച് ആ വിഷ്വൽ കാണിച്ചു. അതായത് ഒരു സ്വാതന്ത്ര്യത്തിനപ്പുറം ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവം കിട്ടിയതിൻ്റെ ഒരു എല്ലാവരെയും കണ്ടപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ പിതാവ്, എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സഹപ്രവർത്തകരായ സുമേഷും അഖിലും, ഞങ്ങളുടെ ഓഫീസിൽ സ്റ്റാഫാണ്, അഖിലും ഉണ്ടായിരുന്നു. സുമേഷ് ജിയുടെ വൈഫ് ഉണ്ടായിരുന്നു, വൈഫിൻ്റെ അനിയത്തി സുമേഷ് ജിയുടെ മദറിലും ഉണ്ടായിരുന്നു. എല്ലാത്തിനും നടുക്കായിട്ട് ക്രൈം നന്ദകുമാറും ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത, നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഫീൽ ആയിരുന്നില്ല. എല്ലാവരും കണ്ടപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക സന്തോഷം. എല്ലാവരെയും ഇത്രയും ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇത്രയും ആളുകൾ നമുക്ക് വേണ്ടി പുറത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുണ്ടായിരുന്നല്ലോ, ഇത്രയും ആളുകൾ നമുക്ക് സ്നേഹിക്കാനുണ്ടായിരുന്നല്ലോ. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേർ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ ആ ഒരു പരിച്ഛേദമായിട്ട് ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെയും കുടുംബത്തിനെയും ആളുകൾ കൂടി എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു പ്രത്യേക അനുഭവം. അത് നമുക്ക് ഒരു വേള പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എന്താ തോന്നിയത് ആ ടീഷർട്ടും ഒക്കെ ആയിട്ട് പുറത്തോട്ടിറങ്ങിയത്? അല്ല, എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ അതൊരു വലിയ ഘടകമായിരുന്നു. ഞാനത് എപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അദ്ദേഹം ഒരു പുതിയ ഈ DNA എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങുകയാണ്. ഡെമോക്രസി, നാഷണാലിറ്റി, ആക്യുറസി എന്ന് പറഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഭവം അദ്ദേഹം തുടങ്ങുകയാണ്. അപ്പം അദ്ദേഹത്തിന് അത് തുടങ്ങി അത് സമ്പൂർണ്ണതയിൽ എത്തിക്കാൻ ഉള്ള ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു കൃത്യം ഘട്ടത്തിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് പൂർണ്ണമാക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അതൊരു അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണത്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളെക്കാളും എൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമം അതായിരുന്നു. അതാണ് അദ്ദേഹം കിടന്ന് ബഹളം കൂട്ടുമ്പോഴും ഒച്ച വയ്ക്കുമ്പോഴും ചാടിത്തുള്ളുമ്പോഴും ഒക്കെ ഞാൻ മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എന്താ പറയുക ചോദിച്ചല്ലോ, ഈ ടീഷർട്ടും എല്ലാം എടുത്തുകൊണ്ട് വന്നതിനാണ്. എന്താ പറയുക, എനിക്ക് കാര്യങ്ങളൊന്നും എനിക്ക് കളയാൻ തോന്നില്ല. അത് ബന്ധങ്ങളായിരുന്നാലും ബന്ധങ്ങൾ ഉപേക്ഷിച്ചതാണ്. പിന്നെ ആ ഭാഗത്ത് ചിന്തിക്കില്ല, അവൻ ചിന്തിക്കില്ല, കഴിവതും ഉപേക്ഷിക്കാതിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു ചെറിയ വസ്തു പോലും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ടീഷർട്ടൊക്കെ അത് നന്ദകുമാർ സാറാണ് അത് വാങ്ങിക്കൊണ്ട് വന്നത്. ഒക്കെ അപ്പൊ അത് വിട്ടുകളയാൻ എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോഴും വീട്ടിൽ കിടപ്പുണ്ട്. അപ്പം അത് വൈഫ് എന്തിനാ ഇത് ഇട്ടേക്കുന്നത്? ഞാൻ പറയാം അതവിടെ കിടന്നോട്ടെ. കാരണം അത് നമ്മുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അത് ചെറിയ നിസ്സാരം, പുറമേ കാണുന്ന ഒരാൾക്ക് ചെറിയൊരു ടീഷർട്ടാണ് അല്ലെങ്കിൽ ഒരു ബർമുടയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വൈകാരികമായിട്ടുള്ള ഒരു
ഒരു ഒരു അല്ല, നമ്മൾ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ചില സാധനങ്ങളോടൊരു വൈകാരികത തോന്നും. അതിപ്പം ജയിലിൽ വെച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അതിനോട് വൈകാരികത തോന്നാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് വയ്യായികയും ചിക്കൻ ബോക്സും ഒക്കെ വന്നില്ല, അപ്പോൾ അത് ഉപയോഗിച്ച സാധനങ്ങൾ അവിടെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോരാമെന്ന് കരുതിയും കൂടിയാണ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അതൊക്കെ ഓരോ പുതിയ അനുഭവങ്ങളാണ്. നമ്മളീ പറയുന്നത് ഞങ്ങൾ വളരെ കാഷ്വലായിട്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോഴും അന്നേരത്തേക്ക് ഒരു മാനസിക സംഘർഷാവസ്ഥയുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് പുറത്തിറങ്ങാൻ പറ്റുമോ, എന്താണ് ഇതിൻ്റെ ബാക്കി നടപടി എന്നുണ്ട്. കാര്യം ഞങ്ങളവിടെ വളരെ റിലാക്സ്ഡ് ആയിരുന്നു, എന്നാൽ പോലും അത് ആ ഒരു സംഘർഷാവസ്ഥ ചില സമയത്തൊക്കെ തന്നെ മനസ്സിലൂടെ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് അല്ലേ. ഷാജൻ സ്കറിയ സാറിന് ഞാനിപ്പോൾ പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ നോക്കുന്നത്, കാരണം നമ്മളൊരു എന്താണ് നമ്മുടെ ഒരു വഴികാട്ടി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഒബ്സർവ് ചെയ്യുന്നത് അദ്ദേഹം ഒരു ഗുരുനാഥനാണ് തീർച്ചയായിട്ടും. കാരണം സത്യം ദൈവമാണ്. ആ ദൈവത്തെയും സത്യത്തെയും തുലനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സത്യം ഉറക്കെ വിളിച്ചു പറയുന്നയാൾ ദൈവതുല്യനാണ് എന്ന് കൂടി ഞാൻ ചിന്തിക്കും. അത് മാത്രം